ലക്ഷദ്വീപിലോട്ട് ഷിപ്പിൽ വരാതിരിക്കുക, മാക്സിമം ഫ്ലൈറ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷദ്വീപിലോട്ട് പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6-7 ഷിപ്പുകളൊക്കെ സർവീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ആകെ 2 ഷിപ്പ് മാത്രമാണ് സർവീസ് ചെയ്യുന്നത്. ചില സമയത്ത് ഒരെണ്ണം മാത്രമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലക്ഷദ്വീപുകാർക്ക് തന്നെ അവരുടെ ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അവരുടെ പ്രധാന യാത്രാമാർഗ്ഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിപ്പാണ്. വളരെ ചിലവ് ചുരുങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ ശ്രമിക്കാം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 1-ാം തീയതിയൊക്കെ പോയിട്ട് തിരിച്ച് 5-ാം തീയതിയൊക്കെ വരുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ ഒരു യാത്ര പ്ലാൻ ചെയ്യാം. അപ്പോൾ ആ പോകുന്ന ദിവസത്തെ ചിലപ്പോൾ ഷിപ്പ് റീഷെഡ്യൂൾ ആയിട്ടുണ്ടെങ്കിൽ 4 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഷെഡ്യൂളിങ് അതിൻ്റെ വരിക. അപ്പോൾ അത്രയും ദിവസം നമ്മൾ യാത്ര മാറ്റി വെക്കുന്നില്ല. അതിനേക്കാൾ ഏറ്റവും നല്ലത് എന്ത് ചെയ്യുക, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ ആദ്യം ഫിക്സ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ പോയി വരാൻ പറ്റും. പിന്നെ മാത്രമല്ല ഇനി അവിടെ പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് ഷിപ്പ് ടിക്കറ്റ് എടുത്തിട്ട് വരാനാണ് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എത്തിയിട്ട് ഷിപ്പ് ടിക്കറ്റ് കിട്ടാതെ ഒരുപാട് ആൾക്കാർ അവിടെ കുടുങ്ങിക്കിടക്കാറുണ്ട്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഞാൻ ഒരിക്കൽ ഷിപ്പിൽ യാത്ര ചെയ്തുകൊണ്ടും അതിൻ്റെ ടിക്കറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും എല്ലാം എൻ്റെ ഒരു അനുഭവത്തിലാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. മാക്സിമം ഇനി ലക്ഷദ്വീപ് പോകുന്ന ആൾക്കാരൊക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക.